ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വേറൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോണക്കാടാണ്. ബോണക്കാട് നമ്മൾ ആരും ഇതുവരെ പോയിട്ടില്ല. ഒത്തിരി വീഡിയോസൊക്കെ കണ്ട് ഇപ്പം മഞ്ഞും നല്ല വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ബോണക്കാട് പോകാമെന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങും. നമ്മളിവിടെ ചായ് ആൻഡ് ആവണി ചേച്ചി നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തമ്പാനൂർ പോവും. തമ്പാനൂർ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാൻ കയറി കേട്ടോ. കാരണം ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഫുഡൊന്നും കിട്ടത്തില്ലല്ലോ. അത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് തമ്പാനൂർ എന്നിട്ട് ഊണ് കഴിക്കുകയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെങ്ങോട്ട് പോകാൻ ഇറങ്ങി? അല്ല മാറ്റി രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് ഇറങ്ങിയ? രാവിലെ അല്ല 12:30 ആയപ്പോൾ 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ആയിരവല്ലി റിവർ റോക്സ്. അപ്പം നമ്മൾ പാളയത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. പാളയത്തു നിന്ന് വട്ടിയൂർക്കാവിലുള്ള ബസ് കയറി വേണം നമ്മൾ അവിടെ പോയി ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ പാളയത്ത് ഇറങ്ങിയ പ്രിയദർശിനിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് പ്രിയദർശിനി ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വട്ടിയൂർക്കാവ് ബസ് കയറി നേരെ ഈ പറയുന്ന സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങേണ്ടത്. വട്ടിയൂർക്കാവ് എത്തി കേട്ടോ. വട്ടിയൂർക്കാവിൽ നിന്ന് വേറെ ബസ് പിടിച്ച് പുളിയറക്കോണം ബസ് പിടിച്ച് വേണം നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ നമ്മൾ വട്ടിയൂർക്കാവ് ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ ആ പുളിയറക്കോണം പോകേണ്ട ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാനേ. നമുക്ക് ബസ് വന്നിട്ടുണ്ട്. മൂന്നാമൂട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മൂന്നാമൂട് ജംഗ്ഷനിൽ ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അവിടുന്ന് റൈറ്റിലോട്ടല്ലേ ആർച്ച് അതുകൊണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അതുവഴി അങ്ങോട്ട് പോകുന്നിടത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം. ശ്രീ ആയിരവല്ലി തമ്പുരാമ്പാറ ക്ഷേത്ര ട്രസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് അകത്തോട്ട് പോകുന്നിടത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം. 500 മീറ്റർ. യെസ്, ഒരു 500 മീറ്റർ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് തീരുമാനിച്ച്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് വഴി അത്ര തിട്ടമല്ല. ഓരോരുത്തരും ചോദിച്ചും പറഞ്ഞാട്ടോ നമ്മൾ പോകുന്നത്. എല്ലാ സ്ഥലം കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 വഴി വന്ന് നിൽക്കുക കേട്ടോ. വഴിയെ തെറ്റിയെന്നല്ല, ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയാത്ത അടറോടി നിൽക്കുക. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കി. അല്ല റിവറിലോട്ട് ഓ ആ ആ ബായ്. ഓക്കെ അപ്പോൾ ഇല്ല എന്ത് കാണിക്കുന്നു? നേരെ വളവെല്ലാം തിരിഞ്ഞിട്ടായിരിക്കും. ഡേഞ്ചറസ് ഏരിയയാണ്, വെള്ളത്തിലൊന്നും ചാടിപ്പോ വരാമെന്ന് പറഞ്ഞത്. എനിക്കും പറയാനുള്ളത് അതായാലും ഇവിടെ എല്ലാം പറയുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ സേഫായിട്ട് സൂക്ഷിച്ച് മാത്രം പോവുക. സ്വന്തം റിസ്കിൽ
ഭയങ്കര നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ക്യാമറ കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അമ്പലമാണ്. ഇവിടെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഈ സൈഡ് വണ്ടിയൊന്നും വിടത്തില്ലായിരിക്കും, അതായിരിക്കും കെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ അടിപൊളി കേട്ടോ. പക്ഷെ നല്ല ഒഴുക്കുണ്ട്. കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പോകാതിരിക്കാനാട്ടോ ഇത് കെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് പോവാം. വെള്ളത്തിലിറങ്ങലെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അതെ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ അമ്പലം, ആര്യവല്ലി തമ്പുരാൻപാറ അമ്പലം. ഇതാണ് കേട്ടോ, കുഞ്ഞ് നല്ല രസമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇത് കരമനാറല്ലേ? അപ്പം നമുക്കിവിടെ ജസ്റ്റ് നോക്കാം. ഇതാണ് എൻ്റെ കടവ് കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര ശാന്തം. പക്ഷെ അവിടെ നല്ല ഇതുണ്ടല്ലേ. എന്നാലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അത്ര ഒഴുക്കാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം ആൾക്കാർ പാറയുണ്ട് തന്നെ. സംഭവം കൊള്ളാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകല്ലേ ഇത് കാണാൻ? വാ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ കണ്ട കല്ലും മണ്ണൊന്നും കാണാൻ. അത് ശരി കേട്ടോ. നമ്മൾ വീഡിയോക്കകത്ത് കുറേ കല്ലൊക്കെ അടുക്കി വെക്കുന്നത് അത് ഇതുമെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര വെള്ളമുണ്ട്, അത്ര നല്ല ഒഴുക്കുമാണ്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. നമ്മൾ ദൂരെ നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം അത്ര ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം ഒഴുകി വരുന്നത്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി ഇതാ അമ്പലം. ചെറിയൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അവിടെ ആൾക്കാരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ മിണ്ടായി. ഇതിവിടെ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കതിൽ അങ്ങോട്ട് പോകാം. വെള്ളത്തിൽ ഇറങ്ങണ്ട, നമ്മൾ സേഫായിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ വരെ പോകാം. വ്യൂ അടിപൊളി കേട്ടോ. നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി വെള്ളം ഇട്ടോ. അതൊക്കെ ഒരു കൊള്ളാം കേട്ടോ. പക്ഷെ ഇതുപോലെ കുറച്ചും കൂടി വെള്ളം കുറവുന്ന സമയത്തായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാനും എല്ലാം പറ്റും. പക്ഷെ ഇപ്പം ഭയങ്കര അതെ അതെ. വരുന്നത് നിങ്ങൾ ഷൂ ഊരിയിട്ടിട്ട് ഇവിടെ ഷൂ ഊരിയിട്ടിട്ട് പോകാൻ വയ്യായിരുന്നോ? കൂടുന്നുണ്ടോ? വരുന്നു. വലിയ വെള്ളത്തിന് ഒഴുക്കില്ലാരെയും നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നല്ല ഒഴുക്കാണ്. പത്ത് വെച്ചാൽ നമ്മളെങ്ങാനും വെള്ളത്തിൽ പോയി പിന്നെ മൂന്നാം പക്കം. അതെ, അല്ലാണ്ട് വീഡിയോസ്, അതായത് വെള്ളം കുറഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത്
അമ്പലത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് കണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ശക്തിയിലാട്ടോ വരുന്നത്. ഇത് അമ്പലത്തിൻ്റെ തൂണ് വരുന്നത് ആ പാറയിലാട്ടോ. ഇത്രയും ഭയങ്കര ശക്തിയിൽ ഇത് ഒഴുകുന്നത് തന്നെ. കാരണം നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒറ്റയടിക്ക് പോത്തേ ഉള്ളൂ, എങ്ങും തങ്ങി നിൽക്കത്തില്ല. അമ്പലത്തിൻ്റെ അവിടെ ഞാൻ കണ്ടു. നമ്മൾ അകത്തോട്ടുള്ള സ്ഥലത്ത് പോവുകയാണേ. ഇവിടെ കല്ലിൽ തന്നെ ചവിട്ടി വേണം പോകാൻ. ചെളി ആ പോ. വാ. നമ്മൾ ഈ വഴി കൂടെയൊക്കെ കേട്ടോ പോകുന്നത്. ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം പോവുക. നമ്മൾ അവിടെ അല്ലേ വേണ്ടേ? പകുതി വരെ പോയി എന്നിട്ട് തിരിച്ചു വരിക. കാരണം അപ്പുറത്തോട്ടൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. റോഡിൽ കൂടി നടന്ന് പോകാൻ നടന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു കേട്ടോ. കാരണം അപ്പുറത്തെ റോഡിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയുടെ അപ്പുറത്ത് കിടക്കാമെന്ന് ഒരു അങ്കിൾ പറഞ്ഞു. അവിടെ ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടി കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ട് ഇതിവിടെ ഒരു മൈനിങ് നടത്തുന്ന ഏരിയ കേട്ടോ. അപ്പോൾ നമുക്ക് ആ മൈനിങ് നടത്തിയ ഇത് ഫുൾ പാറ കേട്ടോ. ഈ വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഇത് ഫുൾ പാറ. ഇതൊരു കണ്ടോ, ഇത് നല്ല ഉയരമുള്ളൊരു പാറയാണ്. ഇതൊരു പ്രൈവറ്റ് റോഡാണ് അവർ ബോർഡ് വെച്ചേക്കുന്നത്. മൈനിങ് ഉണ്ട്, അത് കാരണം ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇതുവഴി പോകാനൊക്കെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവർ സൂക്ഷിക്കുക. ഈ സ്ഥലം കൊള്ളാം കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായിരിക്കത്തില്ല, ഇതെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രൈവറ്റ് റോഡാണ്, മൈനിങ് ഏരിയ ആണ്, ബ്ലാസ്റ്റിംഗ് സോണാണ്, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട്. 1 മണി മുതൽ 2 മണി വരെയുണ്ട്. ആ ഇപ്പം എനിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ, നിരോധിച്ച് കാണുമായിരിക്കും. കൂട്ടിയിട്ടേക്കും. അതെ, അതോ അവിടെ മൈനിങ് ഇതുകൊണ്ട് നമുക്ക് ഈ ഫുൾ ഇതൊക്കെ കെട്ടിക്കൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. വീഡിയോയ്ക്കൊക്കെ കാണാൻ പറ്റില്ല, പക്ഷെ അല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അവിടെ മൈനിങ് നടത്തുന്നതിൻ്റെ ഇടം. പക്ഷേ നമ്മൾ ഒത്തിരി നേരം അവിടെ ഇരുന്ന് ഒത്തിരി സമയം പോയി കേട്ടോ. നമുക്കറിയത്തില്ല പറഞ്ഞ് ഇങ്ങോട്ട് ഇതുപോലെ പ്ലേസ് ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അവിടെ അവിടുത്തെ ആവശ്യം ഒരു അങ്കിൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്നൊന്നും അറിഞ്ഞത്. ഈ 2 സൈഡ് മുള്ളുവേലി ഉണ്ടല്ലേ, ഫുൾ കെട്ടി വെച്ചു. അതുപോലെ തന്നെ പാറ, പക്ഷെ ഇങ്ങോട്ട് പാറ ഉണ്ടെന്ന് കണ്ടാൽ പറയത്തില്ല.
പക്ഷെ ഇത് കൊള്ളാം, നല്ല ഏരിയ. വേറെ എവിടെയോ പോകുന്നൊരു ഫീലുണ്ട്. ഒരുമാതിരി എനിക്ക് റോങ് തോന്നില്ലേ? വീണേനെ അറിയത്തോന്നില്ല ലൂപ്പിലാണ് എത്തുന്നില്ലല്ലോ. നമ്മൾ നടന്നു കേട്ടോ. ഈ പാലം വരും പറഞ്ഞത്. ഈ പാലത്തെ കയറുമ്പോഴാണ് നമുക്ക് അപ്പുറത്തെത്താൻ. ഇത് പാലമല്ല, റോഡല്ലേ, പാലമായ റോഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ആ പാലം അതിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന നല്ല കേട്ടോ. കുഴല് റോഡ്. ചെറിയൊരു വെള്ളച്ചാട്ടം നോക്കിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ തടഞ്ഞു നിർത്തി ഒഴുകുന്നോണ്ടായിരിക്കും ഇത്ര ശക്തി കൂടി വരുന്നത്. പറ. സൗണ്ട് കാരണം അധികം ഒന്നും കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് ഒഴുകുന്നത്. അതാ കുറച്ച് ഫോഴ്സ് കൂടുതൽ. ഇവിടെ ഭയങ്കര ഫോഴ്സ്. ഓ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഏത് വഴി ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് പോയിട്ടേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ആര്യവല്ലിയിലെ കാഴ്ചകൾ. വലിയ ഇതൊന്നും ഇല്ല. ഇതുപോലെ വലിയ വെള്ളമില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാറയിൽ ഇറങ്ങാനും അങ്ങനെയൊക്കെ പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് പാറ ജസ്റ്റ് കണ്ടിട്ട് പോകുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നുള്ളതായത് നമുക്ക് ഇറങ്ങാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.